ആന്ധ്ര സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി കാണാം കേട്ടോ. അവിടെ ചമ്മന്തിപ്പൊടി എന്നല്ല, ഇനി പല്ലിപ്പൊടി എന്നാണ് പറയുന്നത്. ഇത് തെലുങ്ക് ഫേമസ് ആക്ട്രസ്സായ ശ്രീലീല, പുഷ്പ 2 ഐറ്റം ഡാൻസിലൊക്കെ ഉണ്ടായിരുന്ന ശ്രീലീലയുടെ ഫേവറേറ്റ് ഫുഡാണെന്ന് പറഞ്ഞത്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഇത് മാത്രം മതി കേട്ടോ ചോറിനാനായിട്ട്. ചമ്മന്തിപ്പൊടിയും ഉരുക്കിയ നെയ്യും അപ്പളവും കൂട്ടിയിട്ടാണ് അവർ കഴിക്കുന്നത്. നമുക്ക് പിന്നെ പപ്പടമാണല്ലോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് കപ്പലണ്ടിയില്ലേ, നമ്മുടെ പീനട്ടാണ് വേണ്ടത്. അത് കഴുകി നല്ലപോലെ വറുത്തെടുക്കുക. വറുത്ത് തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. ചെറിയ ചൂടോടുകൂടി നമ്മളിങ്ങനെ കൈകൊണ്ട് തിരുമ്മി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ തൊലി പോരും. മൊത്തത്തിൽ കളയണമെന്നില്ല, കുറച്ച് 1-2 തൊലിയൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഊതിക്കളയത് തൊലി. പിന്നെ അത് കഴിഞ്ഞിട്ട് പരിപ്പ്, തോരപ്പരിപ്പാണ്, പിന്നെ ഉഴുന്നും. അത് രണ്ടും സെയിം അളവിൽ തന്നെ എടുക്കണേ. ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്, കാരണം പീനട്ട് ബട്ടറൊക്കെ ആക്കുന്നവർക്കറിയാം, അത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു എണ്ണയുടെ ഒരു ഇത് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് 1 സ്പൂൺ വെച്ചെടുത്താലും മതി. 1 സ്പൂൺ പരിപ്പ്, 1 സ്പൂൺ ഉഴുന്ന് വെളിച്ചെണ്ണയിലോ എണ്ണയിലോ വറുത്തെടുക്കുക. പിന്നെ വെളുത്തുള്ളി, കരിവേപ്പില, ജീരകം ഇത്രയും ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഞാൻ ഇതൊക്കെ കഴുകിയെടുത്തതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ചിങ്ങനെ മൂപ്പ് കൂടുന്നതാണ് ഇഷ്ടം. കണ്ടോ, ഇതുപോലെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് തൊലി കളഞ്ഞ് വച്ചേക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞാൽ 1-2 തൊലിയൊക്കെ ഉണ്ടാവും, തൊലി കളഞ്ഞ് വച്ചേക്കുന്ന കപ്പലണ്ടി അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയാണ് കേട്ടോ ഇതിലിടുന്നത്. നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ ആക്കുമ്പോൾ മുളക് അങ്ങനെ തന്നെ ഇടുക, ചുമന്ന മുളക്. ഇതിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ കായപ്പൊടി, എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാം നമ്മുടെ ആവശ്യത്തിന്. പിന്നെ കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പൊടിയുപ്പ് ഇട്ടാലും മതി. നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കപ്പലണ്ടി ആയതുകൊണ്ട് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കുമല്ലോ, നല്ല സാധനം ഉണ്ടായിരുന്നു. ഇത് പൊടിച്ചെടുക്കുമ്പോൾ പുളിയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കുക. ഫൈനായിട്ട് നല്ല പോലെയല്ല, ഇതുപോലെ പൊടിച്ചെടുക്കുക.